അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two smooth inclined planes whose inclination with horizontal are 30 degree and 20 degree are placed back to back. Two bodies of mass 10 kg and 5 kg are placed on them and are connected by a string as shown in the figure. Calculate the tension in the string and acceleration of the bodies. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ബോഡീസ് ഉണ്ട് അല്ലേ, 10 കിലോഗ്രാമും 5 കിലോഗ്രാമും. അത് രണ്ട് ഇൻക്ലൈൻഡ് സർഫസിലാണ് ഇരിക്കുന്നത്. ഇത് 30 ഡിഗ്രിയാണ്, ഇത് 20 ഡിഗ്രിയാണ്. ഒരു പുള്ളി വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെൻഷനും അതുപോലെ തന്നെ ആക്സിലറേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടുന്നത്? നമുക്കറിയാം ഇതൊരു കണക്റ്റഡ് ബോഡീസാണ്, ഒരു പുള്ളിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സർഫസ് സ്മൂത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രിക്ഷനൊന്നുമില്ല, സർഫസ് സ്മൂത്ത് ആണെന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബോഡീസിനും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണം നമുക്ക്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെയാണോ? അല്ല, ഇവിടെ ഒരു പുള്ളി മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു പുള്ളി മാത്രം ഉള്ളെങ്കിൽ എന്താണ് പ്രത്യേകത? രണ്ടിൻ്റെയും ആക്സിലറേഷൻ സെയിം ആയിരിക്കും അല്ലേ. കാര്യം എന്താണ്, ഈ 10 കിലോഗ്രാം എത്രമാത്രം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നോ അത്രയും ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഈ 5 കിലോഗ്രാം മേലോട്ട് മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? 10 കിലോഗ്രാം ഈ താഴേക്ക് ഒരു 15 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തെന്ന് വെച്ചോ. അപ്പം ഈ ഒരു 5 കിലോഗ്രാമും ഇത് 15 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാറുമ്പോൾ ഈ 5 കിലോഗ്രാം എങ്ങനെ ആ ഒരു 15 സെൻറ്റിമീറ്റർ മേലോട്ട് മൂവ് ചെയ്യും. രണ്ടിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കും. രണ്ടിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണെങ്കിൽ രണ്ടിൻ്റെയും ആക്സിലറേഷനും സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആക്സിലറേഷൻ അല്ല, രണ്ടിൻ്റെയും ആക്സിലറേഷൻ, എയുടെയും ബിൻ്റെയും ആക്സിലറേഷൻ സെയിം ആയിരിക്കും, ഒരു പുള്ളി ആയതുകൊണ്ട്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഓരോ ബ്ലോക്കിനെ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ഞാനിപ്പോൾ ഈ 10 കിലോഗ്രാം ബ്ലോക്കിനെ എടുക്കുകയാണ്. അപ്പോൾ അതൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വരയ്ക്കാം. നമ്മുടെ ആ ബ്ലോക്കും ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. നമുക്ക് അറിയാം ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? വെയിറ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. വെയിറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ മാസ്സാണ് തന്നിരിക്കുന്നത്, കിലോഗ്രാമിലാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്താക്കി മാറ്റുക? വെയിറ്റ് ആക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ട് 10 × 9.81 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ വെയിറ്റ് കിട്ടി. ഇനിയും അടുത്തതായിട്ട് റിയാക്ഷൻ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, ഇവിടെ നമുക്ക് എന്താണ്, ഈ സർഫസ് സ്മൂത്ത് ആണ് അല്ലേ. സർഫസ് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വരയ്ക്കുന്നില്ല. ഇനി അടുത്തായിട്ട് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ നോക്കുക. ഇവിടെ എന്താണ്, ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും അല്ലേ. സ്ട്രിങ്ങിലൊരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. ഡയറക്ഷൻ ബോഡിയിൽ നിന്നും പുറത്തേക്കായിരിക്കും. അത് മാർക്ക് ചെയ്തു, ടി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന എല്ലാ ഫോഴ്സസും മാർക്ക് ചെയ്തു. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബ്ലോക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു പ്ലെയിനിൽ എലോങ് ആയിട്ടുള്ള ഫോഴ്സിനെ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഇവിടെ ടെൻസൈൽ ഫോഴ്സ് ഈ ഒരു പ്ലെയിനിൽ എലോങ് ആണ് അല്ലേ. ഈ ഒരു പ്ലെയിനിൻ്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. പക്ഷേ വെയിറ്റ് എങ്ങനെയാണ്? ഈ ഒരു പ്ലെയിനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. പെർപെൻഡിക്കുലറും അല്ല, എന്നാൽ എലോങ്ങും അല്ല. അപ്പോൾ ഇത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ റിസോൾവ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യണം അല്ലേ. അതിനുവേണ്ടി നമുക്ക് ആംഗിൾ വേണം. നമുക്കറിയാം ഇത് എത്രയാണ്? 30 ഡിഗ്രി ആണെന്നറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ആംഗിൾ എത്രയാണ്? 90ൽ നിന്നും 30 മൈനസ് ചെയ്താൽ മതി. അതായത് 60 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഈ ആംഗിളും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് 60 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. നമുക്ക് ഇന്ന് ഈ ഒരു പ്രോബ്ലത്തിൽ ഇങ്ങനെ ചെയ്തു പോകാം. ഇത്ര നേരം ഞാൻ പറഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഇവിടെ നമ്മൾ 60 ഡിഗ്രി എടുത്തിട്ടാണ് ചെയ്തത്. എങ്ങനെ എടുത്താലും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ആംഗിൾ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ആംഗിൾ എടുക്കാം അല്ലേ. ആ ആംഗിൾ എങ്ങനെ കിട്ടുക? 90ൽ നിന്നും ഈ 30 മൈനസ് ചെയ്താൽ മതി, ഈ ആംഗിൾ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ 30 തന്നെ ഇവിടെ എഴുതിയാൽ മതി. അതായത് ഈ ഒരു വെയിറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കമ്പോണൻറ്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിനെങ്ങനെയായിരിക്കും നമ്മൾ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റുക? നമുക്കറിയാം ഈ ഒരു ഫോഴ്സ് ഈ ഒരു ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്തത് ആണ്. അതുകൊണ്ട് അതെന്താണ്? കൊസൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് എത്രയാണ്? 10 × 9.81 ആണ് അല്ലേ. നമുക്കിവിടെ എഴുതാം. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് എങ്ങനെയാണ്? 10 × 9.81 × cos 30 എന്ന് വരും. ഓക്കെ, അപ്പം ഈ ഒരു കമ്പോണൻറ്റ് കൊസൈൻ കമ്പോണൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പോണൻറ്റ് എന്തായിരിക്കും? സൈൻ കമ്പോണൻ്റ് ആണ് അല്ലേ. അപ്പോൾ 10 × 9.81 × sin 30 ഡിഗ്രി എന്ന് വരും. ഇനിയും ഡയറക്ഷൻ നോക്കുക. ഡയറക്ഷൻ ഈ ഫോഴ്സ് അകത്തേക്കാണ് അല്ലേ. അപ്പോൾ രണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും അകത്തേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെ റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് ഈസി ആയിട്ട്
എന്ത് ചെയ്യാം, ഈ ഒരു പ്ലെയിനിൽ എലോങ് ആയിട്ടുള്ള ഫോഴ്സസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ മോഷൻ ഇതേ ഒരു പ്ലെയിനിൽ കൂടി തന്നെയാണ് അല്ലേ, നമുക്ക് ആ ഒരു മോഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടുന്നത് സൈൻ എന്താണെന്ന് നോക്കണം. സൈൻ എന്താണെന്ന് നോക്കാൻ എന്താ ചെയ്യുക, നമ്മളിതിൻ്റെ മോഷൻ നോക്കുക അല്ലേ, എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നോക്കുക. ഇത് 10 കിലോഗ്രാമാണ്, ഇത് 5 കിലോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും, താഴേക്കായിരിക്കും അല്ലേ. ഇതിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടുള്ള ഫോഴ്സസിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കണം. മോഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിനെ നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സസാണ് എലോങ് ആയിട്ടുള്ളത്, ഈ ഒരു സൈൻ കമ്പോണൻറ്റും ഉണ്ട്, ഒരു ടെൻഷനും ഉണ്ട്. സൈൻ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അപ്പോൾ പ്ലസ് ആണ്. നമുക്കിങ്ങനെ എഴുതാം 10 × 9.81 ഇൻറ്റു സൈൻ 30. പിന്നെ ടെൻഷൻ ഇങ്ങോട്ടാണ് അല്ലേ, അപ്പോൾ -T is equal to മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ ബ്ലോക്കിൻ്റെ മാസ് എത്രയാണ്, 10 കിലോഗ്രാമാണ്. കിലോഗ്രാമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ഇൻറ്റു ആക്സിലറേഷൻ, ഇവിടെ രണ്ടിനും ആക്സിലറേഷൻ സെയിം ആയതുകൊണ്ട് നമ്മൾ A എന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഈ ബ്ലോക്കിനെ കൺസിഡർ ചെയ്യാം അല്ലേ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇതിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യണം അല്ലേ. വെയിറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതെത്രയാണ്, 5 × 9.81. ഇവിടെ കിലോഗ്രാമാണ്, നമ്മളതിന് വെയിറ്റ് ആയതുകൊണ്ട് 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് റിയാക്ഷനൊക്കെ വരയ്ക്കണം, പക്ഷേ ഇവിടെ റിയാക്ഷൻ്റെ ആവശ്യമില്ല അല്ലേ. കാര്യം എന്താണ്, ഇവിടെ സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് വരയ്ക്കുന്നില്ല. ഇനി അടുത്തായിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. നമുക്കറിയാം ഇവിടെ ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ടെൻസൈൽ ഫോഴ്സും കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനിയും ഇവിടെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ട് നമുക്ക് ഉള്ള മോഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെൻസൈൽ ഫോഴ്സ് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ടാണ് അല്ലേ, വരച്ച പേജ് ചെറിഞ്ഞു പോയേ ഉള്ളൂ. ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ടാണ് ഈ ടെൻസൈൽ ഫോഴ്സ് വരുന്നത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിതിനെ റിസോൾവ് ചെയ്യണം. ഒന്നുകിൽ ഈ ഒരു ഫോഴ്സ് ഈ ഒരു ആക്സസുമായിട്ടുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോഴ്സ് ഇതുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്കിതിനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിവിടെ നോക്കി, ഇവിടെ എത്രയാണ് ആംഗിൾ തന്നിരിക്കുന്ന ക്വസ്റ്റിൽ, ഇത് 20 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, നോക്കിക്കേ. ഈ ഒരു ഫോഴ്സിനെ താഴോട്ട് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പം ഇത് നമുക്കിവിടെ ഇത് 90 ഡിഗ്രി കിട്ടും അല്ലേ. ഇത് 20 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്, 70 ഡിഗ്രിയാണ്. ടോട്ടൽ 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പം ഈ ആംഗിൾ 70 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 70 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 70 ഡിഗ്രിയാണ്. ആ ആംഗിൾ 70 ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയാണ്, 70 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് 70 ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയാണ്, 20 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എങ്ങനെയാണ് വരുന്നത്, 2-3 പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുന്നേ 2-3 പ്രോബ്ലംസിന് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവാത്ത ആ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നോക്കി, ഇത് 20 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റും ഈ ഒരു ആക്സസ് നമ്മളുടെ ആംഗിൾ എത്രയാണ്, 20 ഡിഗ്രിയാണ്. നമുക്കിങ്ങനെ റിസോൾവ് ചെയ്യാം അല്ലേ. ഈ ഒരു വെയിറ്റ്, അതായത് 5 × 9.81 എന്ന് പറയുന്ന ഈ ഒരു വെയിറ്റ് ഈ ഒരു ആക്സസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കൊസൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ cos 20 എന്ന് വരും. അപ്പോൾ ഈ ഒരു കമ്പോണൻ്റ് എന്തായിരിക്കും, സൈൻ കമ്പോണൻ്റ് ആയിരിക്കും അല്ലേ. ഞാനതിനെ ഇങ്ങോട്ടങ്ങ് എഴുതുക കേട്ടോ. 5 × 9.81 ഇൻറ്റു സൈൻ 20 എന്ന് വരും. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഈ ഒരു ഫോഴ്സ് അകത്തേക്കാണ്, അതുകൊണ്ട് 2 കമ്പോണൻസിൻ്റെ ഡയറക്ഷനും അകത്തേക്കായിരിക്കും. ഇനി നമുക്ക് സൈൻ കൺവെൻഷൻ നോക്കണം അല്ലേ. ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ മോഷൻ എങ്ങോട്ടാണ്, മേലോട്ടാണ്, അപ്വേർഡാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, അതിന് ഓപ്പോസിറ്റുള്ള എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുക. ഇതിന് ലോങ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഫോഴ്സസ് നോക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്, ഈ ഒരു ഫോഴ്സ് ഉണ്ട്, ടെൻസൈൽ ഫോഴ്സ് ആയിട്ടുള്ള T ഉണ്ട്. ടീൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, പുറത്തേക്കാണ് അല്ലേ, ഇതേ ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് ആ T പ്ലസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ഇതിന് ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് മൈനസ് ആണ്. അപ്പോൾ -5 × 9.81 ഇൻറ്റു സൈൻ 20 is equal to, അടുത്ത തന്നെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിൻ്റെ മാസ് എത്രയാണ്, 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു ആക്സിലറേഷൻ. ഇതിന് ഈ 2 ഇക്വേഷൻസ് കിട്ടി അല്ലേ, Tയിലും Aയിലുള്ള 2 ഇക്വേഷൻസ് കിട്ടി. രണ്ടിനെയും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനോട് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ Tയും ക്യാൻസലായി പോകും. അങ്ങനെ രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് 32.27 is equal to, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ, റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 15A എന്ന് വരും. ഇതിൽ നിന്നും ആക്സിലറേഷൻ കിട്ടുന്നത് 2.0
15 meter/second² എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് ടെൻസൈൽ ഫോഴ്സ് കിട്ടാനായിട്ട് എന്താ ചെയ്യുക? ഈ രണ്ട് ഇക്വേഷനിൽ എവിടെയെങ്കിലും കൊണ്ട് ഈ ആക്സിലേഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ടെൻസൈൽ ഫോഴ്സും കിട്ടും.